ഗുഡ് മോർണിംഗ്. ഹാപ്പി ന്യൂ ഇയർ. ഇന്ന് 1-ാം തീയതിയാണ്. എല്ലാവർക്കും പുതുവർഷ ആശംസകൾ. ഇന്ന് ഇംഗ്ലീഷ് ലെസനാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. ഇംഗ്ലീഷ് ലെസണിലെ ഓക്സിലറി വെർബ്സിലെ പ്രൈമറി ഓക്സിലറി വെർബ്സ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പഠിച്ചു. ഇന്നിപ്പോ മോഡൽ ഓക്സിലറി വെർബ്സ് എന്ന് പറഞ്ഞാൽ വില്ല്, ഷാല്, ഷുഡ്, വുഡ്, ക്യാൻ, നീഡ്, നീഡ് നോട്ട്, ഡയർ നോട്ട് എന്നിത്യാദി വെർബ്സിനെ പറ്റിയാണ് ഇന്ന് പഠിക്കാൻ ഇന്നത്തെ ക്ലാസ്. അപ്പോൾ അത് ഓരോ സെന്റൻസിൽ വെക്കുമ്പോൾ അതിൻ്റെ അർത്ഥങ്ങൾക്ക് വരുന്ന മാറ്റങ്ങളും മറ്റും ഒക്കെയാണ് ഇന്നത്തെ വിഷയം. അപ്പം ഇനി നമ്മൾ അതിലേക്ക് പോവാം. അപ്പം ഇനി എന്നെ കാണില്ല, സ്ക്രീനിലെ വെറും സ്ക്രീന് മാത്രമേ കാണുള്ളൂ. ഓക്കെ, ഒരിക്കൽ കൂടി പുതുവർഷ ആശംസകൾ നേർന്നുകൊണ്ട് എല്ലാവർക്കും ഈ വർഷം നല്ലത് മാത്രം ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. പഠിക്കാൻ പോകുന്നത് വീഡിയോ കുറച്ച് നീളം ഉണ്ടാവും. മോഡൽ ഓക്സിലറീസ് പഠിക്കാം. യൂസ് ഓഫ് മോഡൽ ഓക്സിലറീസിലെ ഷാലാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഷാൽ ഈസ് യൂസ്ഡ് വിത്ത് ദ ഫസ്റ്റ് പേഴ്സൺ, അതായത് ഐ, വി ഒക്കെ അതിന്റെ കൂടെ ഷാല് ഉപയോഗിക്കുന്നതിനെ പറ്റിയാണ്. അങ്ങനെ ഉപയോഗിച്ചാൽ ടു എക്സ്പ്രസ് സിമ്പിൾ ഫ്യൂച്ചറിറ്റി. ഐ ഷാൽ വിസിറ്റ് മൈ ഹോം ടൗൺ ടുമോറോ. ഞാൻ എൻ്റെ ഹോം ടൗൺ നാളെ വിസിറ്റ് ചെയ്യും. ഐ ഷാൽ ലീവ് ഫോർ കൊച്ചി ടുമോറോ മോർണിംഗ് ഇറ്റ് സെൽഫ്. ഐ ഷാൽ എന്ന് അത് ഫസ്റ്റ് പേഴ്സണോടുകൂടി അല്ലെങ്കിൽ വി ഷാൽ ഒക്കെ പറയും. ദ സെക്കൻഡ് ആൻഡ് തേർഡ് പേഴ്സൺസ് ടു എക്സ്പ്രസ് കമാൻഡ്. അപ്പോൾ ഫസ്റ്റ് പേഴ്സൺ എൻ്റെ കൂടെ ഷാൽ ഉപയോഗിക്കുമ്പോൾ അത് ഒരു ഫ്യൂച്ചറിറ്റി, ഒരു ടുമോറോ, നാളെ അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ എന്തെങ്കിലും നടക്കാൻ പോകുന്ന ഒരു കാര്യത്തെ പറ്റി സൂചിപ്പിക്കാനാണ്, എക്സ്പ്രസ് ചെയ്യാനാണ്. പിന്നെ സെക്കൻഡ് പേഴ്സൺ ആൻഡ് തേർഡ് പേഴ്സണിന്റെ കൂടെ ഷാൽ ഉപയോഗിക്കുമ്പോൾ എന്താണ്, ഒരു കമാൻഡാണ്. യു ഷാൽ നോട്ട് റിപ്പീറ്റ് ദിസ് മിസ്റ്റേക്ക്. നീ മിസ്റ്റേക്ക് റിപ്പീറ്റ് ചെയ്യരുത്, ഒരു കമാൻഡാണ്. നീ മിസ്റ്റേക്ക് നീ ആവർത്തിക്കരുത്. ഷീ ഷാൽ ലീവ് ദിസ് പ്ലേസ് അറ്റ് വൺസ്. ഉടനെ അവൻ ഈ സ്ഥലം വിട്ടുപോകണം. അവൻ ഉടനെ ഈ സ്ഥലം വിട്ടുപോകണം. അപ്പോൾ അത് സെക്കൻഡ് ആൻഡ് തേർഡ് പേഴ്സന്റെ കൂടെ ഉപയോഗിക്കുമ്പോൾ അതൊരു കമാൻഡിങ് എക്സ്പ്രഷന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ടു പ്രോമിസ് ആൻഡ് ത്രെറ്റ്. യു ഷാൽ ഗെറ്റ് എ പ്രൈസ് ഇഫ് യു വിൻ ദിസ് കോമ്പറ്റീഷൻ. ഇഫ് യു വിൻ ദിസ് കോമ്പറ്റീഷൻ യു ഷാൽ ഗെറ്റ് എ പ്രൈസ്. നമുക്കൊരു സമ്മാനം കിട്ടും. ഒരു പ്രോമിസ് ആണത്. അപ്പോൾ ഇതില് കോമ്പറ്റീഷനിൽ വിജയിക്കുകയാണെങ്കിൽ സമ്മാനം കിട്ടുന്നുള്ള ഉറപ്പാണ്. പിന്നെ ഹി ഷാൽ ബി പണിഷ്ഡ് ഫോർ ഹിസ് കെയർലെസ്നെസ്. ഹി ഷാൽ ബി പണിഷ്ഡ് ഫോർ ഹിസ് കെയർലെസ്നെസ്, അതൊരു ത്രെറ്റുമാണ്. ടു എക്സ്പ്രസ് ഡിറ്റർമിനേഷൻ, തീർച്ചയായും എന്നുള്ള ഒരു എക്സ്പ്രഷന് വേണ്ടി ഉപയോഗിക്കും. എന്താണ്, ഹി ഷാൽ ഓവർകം ദിസ് ക്രൈസിസ്. ഈ പ്രശ്നങ്ങളൊക്കെ അവൻ ഓവർകം ചെയ്യും. അവൻ അതൊക്കെ പരിഹരിച്ച് അതൊക്കെ തരണം ചെയ്യും. He shall overcome this crisis. He shall execute all the orders of his officer. അവന്റെ ഓഫീസറുടെ എല്ലാ ഓർഡേഴ്സും എക്സിക്യൂട്ട് ചെയ്യും. എക്സ്പ്രസ് ഡിറ്റർമിനേഷൻ ആണ്. തീർച്ചയായും ഹി വിൽ ഡു എന്നുള്ള, ഡെഫിനറ്റ്ലി ഹി വിൽ ഡു എന്നൊക്കെ പറയുന്നതിന് പകരം ഹി ഷാൽ ഓവർകം ദിസ് ക്രൈസിസ്. ഹി ഷാൽ എക്സിക്യൂട്ട് ഓൾ ദ ഓർഡേഴ്സ് ഓഫ് ഹിസ് ഓഫീസർ. ഇനി
ഷാലിന്റെ പാസ്റ്റ് ടെൻസ് ആണ് ഷുഡ് എന്ന് എല്ലാവർക്കും അറിയാലോ. ഷുഡ് ഈസ് യൂസ്ഡ് എന്തിനാ? ടു എക്സ്പ്രസ് ഡ്യൂട്ടി ഓർ ഒബ്ലിഗേഷൻ. യു ഷുഡ് ഒബേ യുവർ ടീച്ചർ. നിന്റെ ടീച്ചറെ നീ അനുസരിക്കണം. യു ഷുഡ് ഒബേ. ഇവിടെ ഒരു ഒബ്ലിഗേഷൻ ആണ് ടീച്ചർ അനുസരിക്കുക എന്നുള്ളത്. പിന്നെ ഒരു ഒബ്ലിഗേഷന്റെ കൂടെ ഒരു ഡ്യൂട്ടി എന്നുള്ള നിലയ്ക്ക് നമുക്ക് എടുക്കാം. യു ഷുഡ് നോട്ട് ടെൽ ലൈസ്. നീ നുണ പറയരുത്. നീ നുണ പറയരുത്. ആ ഒരു ഗുഡ് ക്വാളിറ്റിയിൽ പെട്ടാണ് ടു എക്സ്പ്രസ് ഡ്യൂട്ടി ഓർ ഒബ്ലിഗേഷൻ. പിന്നെ ടു എക്സ്പ്രസ് പോസിബിലിറ്റീസ് ഓർ സപ്പോസിഷൻസ് ഇൻ കണ്ടീഷണൽ ക്ലോസസ്. ഏതാ ഇവിടെ കണ്ടീഷണൽ ക്ലോസ്? ഈഫ്. ഈഫ് ഒരു കണ്ടീഷണൽ ക്ലോസ്. അപ്പൊ കണ്ടീഷണൽ ക്ലോസസിൽ പോസിബിലിറ്റീസ് എക്സ്പ്രസ് ചെയ്യാൻ അല്ലെങ്കിൽ സപ്പോസിഷൻസ് എക്സ്പ്രസ് ചെയ്യാൻ. പോസിബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ സാധ്യതകൾ എക്സ്പ്രസ് ചെയ്യുക. അല്ലെങ്കിൽ സപ്പോസിഷൻ എന്ന് പറഞ്ഞാൽ സപ്പോസ് എന്ന് പറഞ്ഞാൽ വലിയ ഉറപ്പില്ലാത്ത തന്നെയാണ് പോസിബിലിറ്റീസ്. ഇഫ് ഷീ ഷുഡ് കം, അവൾ വന്നാൽ വരികയാണെങ്കിൽ ടെൽ ഹർ ടു മീറ്റ് മീ, എന്നെ കാണാൻ പറയണം. അപ്പൊ ഇവിടെ ഇപ്പോ ഒരു കണ്ടീഷണൽ ക്ലോസ് ആണ് ഇഫ്. ഇഫ് ഷീ ഷുഡ് കം, ഇഫ് ഷീ കംസ്, അവൾ വന്നാൽ വരികയാണെങ്കിൽ എന്നുള്ള മീനിങ് ആണ്. അപ്പോ വന്നാലേ പറയണ്ടോ ടു മീറ്റ് മീ. ഷുഡ് ഷീ കോൾ, കൺവേ മൈ റിഗാർഡ്സ്. അവൾ വിളിച്ചാൽ കൺവേ മൈ റിഗാർഡ്സ്, എന്റെ റിഗാർഡ്സ് പറയണം. ടു എക്സ്പ്രസ് അൺറിയൽ കണ്ടീഷൻസ്. അൺറിയൽ കണ്ടീഷൻസ് എന്ന് പറഞ്ഞാല് സാധ്യതയില്ലാത്ത കണ്ടീഷൻസ് ആണ്. സംഭവിക്കാൻ അത് സംഭവിക്കാൻ പോണില്ല. സംഭവിക്കാൻ വളരെ പ്രയാസമുള്ള ഒരു കാര്യം ആണ് നമ്മൾ ഒരു കണ്ടീഷനായിട്ട് വെക്കുന്നത്. ഏതുപോലെ അൺലൈക്ലി കണ്ടീഷൻ എന്ന് പറയും. ലൈക്ലി കണ്ടീഷനും അൺലൈക്ലി കണ്ടീഷനും. ഉദാഹരണത്തിന് ഇഫ് ഐ വർ എ ബേർഡ്. ഇഫ് ഐ വർ എ ബേർഡ് എന്ന് പറഞ്ഞാൽ ഞാനൊരു പക്ഷിയായിരുന്നെങ്കിൽ ഐ വുഡ് ഫ്ലൈ. ഞാൻ പറക്കുമായിരുന്നു. ഞാനൊരു പക്ഷിയായിരുന്നെങ്കിൽ. അപ്പൊ ഈ ഞാൻ പക്ഷിയാവുക എന്നുള്ളത് ഒരു അൺറിയൽ ആണ്, അൺലൈക്കാണ്, അൺലൈക്ലി കണ്ടീഷനാണ്. അതുകൊണ്ടാണ് അവിടെ ഈ ഐയുടെ കൂടെ വേറൊക്കെ ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ ഓസ ഉപയോഗിക്കണ്ടോ? അപ്പൊ ഈ അൺലൈക്ലി കണ്ടീഷന്റെ കൂടെ ഈ വേറെ ഉപയോഗിക്കുന്ന തന്നെ ഇതുകൊണ്ടാണ്. ഐയുടെ കൂടെ വേറെ ഉപയോഗിക്കുന്നത് അൺലൈക്ലി കണ്ടീഷൻ ആയതുകൊണ്ടാണ്. അല്ലെങ്കിൽ അവിടെ ഐ വാസ് എന്നൊക്കെയാണ് പറയാ. അപ്പൊ ഇഫ് ഐ വേർ യു, ഞാൻ നീയായിരുന്നെങ്കിൽ, ഐ ഷുഡ് ആക്സെപ്റ്റ് ദെയർ ഡിസിഷൻസ്, അവരുടെ തീരുമാനങ്ങൾ ഞാൻ ആക്സെപ്റ്റ് ചെയ്യായിരുന്നു. ഞാൻ നീയായിരുന്നെങ്കിൽ. അപ്പൊ ഞാനൊരിക്കലും നീയാവാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് ഇവിടെ വേറെ ഉപയോഗിക്കുക. അതിന്റെ കൂടെ ഷുഡ് ഉപയോഗിക്കുന്നതിനെ പറ്റിയാണ് ഇപ്പൊ ഇവിടെ പറഞ്ഞത്. ഇഫ് ഐ വേർ യു, ഐ ഷുഡിൻ റിജക്ട് ദ ജോബ് ഓഫർ. ഞാൻ നീയായിരുന്നെങ്കിൽ ആ ജോബ് ഓഫർ ഞാൻ റിജക്റ്റ് ചെയ്യില്ലായിരുന്നു. അപ്പോ അൺലൈക്ക് കണ്ടീഷൻ ഒരു പ്രധാനപ്പെട്ട ഒരു ക്ലോസ് ആണത്. പിന്നെ യൂസ്ഡ് ആഫ്റ്റർ ലെസ്റ്റ്. വി ലിസൺ ടു ഹിം ലെസ്റ്റ് ഹി ഷുഡ് ബി ആംഗ്രി. ഞങ്ങള് അവൻ പറയണമൊക്കെ കേട്ടിരുന്നു, ശ്രദ്ധിച്ചു. ഇല്ലെങ്കിൽ എന്താ ഉണ്ടാവുക? അതാണ് ലെസ്റ്റ്. ഇല്ലെങ്കിൽ ഹി ഷുഡ് ബി ആംഗ്രി, അവന് ദേഷ്യം പിടിക്കും. പറയണതൊക്കെ കേട്ടില്ലെങ്കിൽ, അവൻ പറയണത് കേട്ടിരുന്നില്ലെങ്കിൽ ലെസ്റ്റ് ഹി ഷുഡ് ബി ആംഗ്രി. ദ തീഫ് റാൻ അവേ. കള്ളൻ ഓടിപ്പോയി. ലെസ്റ്റ് ഹി ഷുഡ് ബി കോട്ട് ബൈ ദ പോലീസ്. ആ ഓടിപ്പോയില്ലായിരുന്നെങ്കിൽ ലെസ്റ്റ് ഹി ഷുഡ് ബി കോട്ട് ബൈ ദ പോലീസ്, അവന് പോലീസ് പിടിക്കുമായിരുന്നു. പിന്നെ ടു എക്സ്പ്രസ് പോസിബിലിറ്റി ഓർ ലൈക്ലിഹുഡ്.
ഇനി ലൈക്ലി പോസിബിലിറ്റിയും ലൈക്ലിഹുഡും എക്സ്പ്രസ് ചെയ്യാൻ നേരത്തെ പറഞ്ഞത് അൺറിയൽ ആണ്. ഇപ്പോ പറയണ ലൈക്ലിഹുഡ്. ഹി ഷുഡ് ബി ഏബിൾ ടു കംപ്ലീറ്റ് ദിസ് ടാസ്ക്. അവന് ഈ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയണം. അതുപോലെ ഹി ഷുഡ് ബി ഏബിൾ ടു കോമ്പീറ്റ് വിത്ത് ദം. അവരുമായിട്ട് മത്സരിക്കാൻ അവന് കഴിയും, അല്ലെങ്കിൽ കഴിയണം. പിന്നെ ഷുഡ് ആസ് കമ്പയർഡ് ടു ഷാൽ ഇൻഡിക്കേറ്റ്സ് ലെസ് പ്രോബബിലിറ്റി. അപ്പോൾ ഷുഡും ഷാലും കൂടി കമ്പയർ ചെയ്യുമ്പോൾ ഏതിനാണ് ലെസ് പ്രോബബിലിറ്റി? ഷുഡിനാണ്. ആസ് കമ്പയർഡ് ടു ഷാൽ ഇൻഡിക്കേറ്റ്സ് ലെസ് പ്രോബബിലിറ്റി. അപ്പോൾ ഷാലിനാണ് കൂടുതൽ പ്രോബബിലിറ്റി ഉണ്ടാവുക. കാരണം ഹി ഷാൽ ബി ഹാപ്പി ടു ഹിയർ ദിസ് ന്യൂസ്. ഹി ഷുഡ് ബി ഹാപ്പി ടു ഹിയർ ദിസ് ന്യൂസ്. അപ്പോൾ ഇവിടെ ഹി ഷാൽ ബി ഹാപ്പി ടു ഹിയർ ദിസ് ന്യൂസ് എന്ന് പറയുമ്പോഴാണ് അതിന് കൂടുതൽ, ആ സെന്റൻസിന് കൂടുതലൊരു പ്രോബബിലിറ്റി നമുക്ക് തോന്നുന്നെന്നാ പറയുന്നത്. ഇത് രണ്ടും കൂടിയുള്ള വ്യത്യാസം സൂചിപ്പിക്കാൻ. ടു എക്സ്പ്രസ് ദ എക്സ്പ്രഷൻ ഷുഡ് ലൈക്ക് ഇൻഡിക്കേറ്റ്സ് പൊളൈറ്റ്നെസ് ഇൻ സ്റ്റേറ്റ്മെന്റ്സ്. ഷുഡ് ലൈക്ക് എന്ന് പറയുമ്പോൾ ഒരു പൊളൈറ്റ്നെസ്, ഒരു മര്യാദയുടെ ഒരു വാക്കായിട്ടാണ് ഷുഡ് ലൈക്ക്. ഐ ഷുഡ് ലൈക്ക് എന്നൊക്കെ പറയുമ്പോൾ ഐ ഷുഡ് ലൈക്ക് ടു ടെൽ യു. ഞാൻ നിന്നോട് പറയാൻ ഇഷ്ടപ്പെടുന്നു. ഞാൻ നിന്നോട് പറയാൻ ഇഷ്ടപ്പെടുന്നു എന്തെന്ന്? ദാറ്റ് വി ആർ യെറ്റ് ടു ഫിനിഷ് ദ കറന്റ് പ്രൊജക്ട്. നമ്മൾ ഈ കറന്റ് പ്രൊജക്ട് ഇനിയും ഫിനിഷ് ചെയ്യണം എന്ന് പറഞ്ഞാൽ വേഗം ഫിനിഷ് ചെയ്യണം. അത് ഒരു ഒരു മറ്റൊരു ഭാഷയിൽ പറയുമ്പോൾ അത് കേൾക്കുന്നവർക്കൊരു ഒരു ഒരു വിഷമം തോന്നും. എന്നെ കുറ്റപ്പെടുത്തിയിട്ടാ പറയുന്നത്. പിന്നെ അതിന് ഐ ഷുഡ് ലൈക്ക് ടു ടെൽ യു എന്ന് പറയുമ്പോൾ ഒരു പൊളൈറ്റ്നെസ്, ഒരു മര്യാദ വാക്കാണ്. അപ്പൊ പറയുന്നവർക്ക് അത്ര ഒരു ദേഷ്യം തോന്നില്ല. കാരണം അവർ ചെയ്യുന്ന ജോലി ഇപ്പോഴും തീർന്നിട്ടില്ല, യെറ്റ് ടു ഫിനിഷ്, ഇപ്പോഴും തീർക്കാനുണ്ട് എന്ന് പറയുമ്പോൾ അതൊരു വിഷമായിട്ട് തോന്നും. അതില്ലാതിരിക്കാൻ ഐ ഷുഡ് ലൈക്ക് ടു ടെൽ യു, ഞാൻ നിന്നോട് പറയാൻ ഇഷ്ടപ്പെടുന്നു എന്നുള്ള അത് വെച്ചിട്ട് തുടങ്ങുമ്പോൾ ഒരു പൊളൈറ്റ്നെസ്, ഒരു മര്യാദ, പൊളൈറ്റ്നെസ്. പിന്നെ ഇനി ക്യാനാണ്. ക്യാൻ എന്തിനാ ഉപയോഗിക്കണം? ക്യാൻ എന്നുള്ള വാക്ക് സാധാരണ ഐ ക്യാൻ, എനിക്ക് കഴിയും എന്നുള്ള ഇതാണ്. ഐ ക്യാൻ. ഹി ക്യാൻ സ്പീക്ക് ഹിന്ദി ഫ്ലുവൻ്റ്ലി. അവന് ഹിന്ദി ഫ്ലുവൻ്റ് ആയിട്ട്, വളരെ നന്നായിട്ട് സംസാരിക്കാൻ കഴിയും. ഷീ ക്യാൻ ലിഫ്റ്റ് ദിസ് ഹെവി ബോക്സ്. അവൾക്ക് ഈ ബോക്സ് വേഗം, ഹെവി ബോക്സ് ലിഫ്റ്റ് ചെയ്യാൻ സാധിക്കും. അപ്പൊ ഇതൊക്കെ മോഡൽ ഓക്സിലറീസിൽ പെട്ടതാണ്. ഈ ഷാല്, ഷുഡ് ഒക്കെ, ഷാല്, ഷുഡ്, ലെസ്റ്റ്, അതുപോലെ ക്യാന്. ഇനി ടു ഗീവ് പെർമിഷൻ യൂസ്ഡ് ഇൻ ദ സെൻസ് ഓഫ് മേ. അപ്പൊ യു ക്യാൻ സിറ്റ് ഹിയർ, ഒരു പെർമിഷൻ കൊടുക്കലാണ്. യു ക്യാൻ വാച്ച് ദ പ്ലേ ഔട്ട്സൈഡ് നൗ. യു ക്യാൻ വാച്ച് ദ പ്ലേ ഔട്ട്സൈഡ് നൗ. പിന്നെ കുഡ്, ക്യാൻ, അപ്പൊ കുഡ് എന്തിനെ ഉപയോഗിക്കാം? കുഡ് ഈസ് യൂസ് ടു എക്സ്പ്രസ് പോസിബിലിറ്റി ഓർ അൺസർട്ടനിറ്റി. ഒരു 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 തീർച്ചയില്ലാത്ത ഒരു കാര്യം. അതുപോലെ പോസിബിലിറ്റി, എക്സ്പ്രസ് പോസിബിലിറ്റി, സാധ്യത.
ഉണ്ട്. പക്ഷെ എന്നാൽ അതൊരു അൺസർട്ടൺ ആണ്, അത്ര ഉറപ്പില്ല. അങ്ങനത്തെ എടുത്ത് ഉപയോഗിക്കാനും കുഡ് ഉപയോഗിക്കണം. യു കുഡ് അച്ചീവ് സക്സസ് ഇഫ് യു വർക്ക്ഡ് ഹാർഡ്. നീ നന്നായി വർക്ക് ചെയ്തിരുന്നെങ്കിൽ നിനക്ക് വിജയിക്കാമായിരുന്നു. അപ്പൊ ഇവിടെ വർക്ക് ചെയ്യാത്തത് കൊണ്ട് വിജയിച്ചില്ല എന്നുള്ള അർത്ഥമാണ്. യു കുഡ് അച്ചീവ് സക്സസ് ഇഫ് യു വർക്ക്ഡ് ഹാർഡ്. വി കുഡ് കംപ്ലീറ്റ് ഇറ്റ് ഇഫ് വി ഓൾ ട്രൈ ടുഗദർ. വി കുഡ് കംപ്ലീറ്റ് ഇറ്റ്, നമുക്ക് തീർക്കാമായിരുന്നു, ഇത് കംപ്ലീറ്റ് ചെയ്യാമായിരുന്നു. ഇഫ് വി ഓൾ ട്രൈ ടുഗദർ, നമ്മളെല്ലാവരും കൂടി ഒത്തൊരുമിച്ച് പരിശ്രമിച്ചിരുന്നെങ്കിൽ അത് തീർക്കാമായിരുന്നു, അത് കംപ്ലീറ്റ് ചെയ്യാമായിരുന്നു. അപ്പോ ഈ ഇത് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ഇതൊരു ക്ലോസ് ആണ്, നമ്മളെല്ലാവരും കൂടി അത് ട്രൈ ചെയ്യണം. അതുപോലെ ഇവിടെ ഇഫ് യു വർക്ക്ഡ് ഹാർഡ് എന്നുള്ളത് ഒരു കണ്ടീഷണൽ ക്ലോസ് ആണ് ഇവിടെ ഈ കുഡിന്റെ ഈ സെന്റൻസിന്. പിന്നെ ടു ആസ്ക് പൊളൈറ്റ് ക്വസ്റ്റ്യൻസ് കുഡ് ഉപയോഗിക്കും. പൊളൈറ്റ് ക്വസ്റ്റ്യൻസിന് കുഡ് ഉപയോഗിക്കും. കുഡ് ഐ ഗെറ്റ് എ പീസ് ഓഫ് എ പേപ്പർ, എനിക്കൊരു കഷ്ണം പേപ്പർ തരൂ, കുഡ് ഐ ഗെറ്റ്. അതുപോലെ കുഡ് ഐ ഹാവ് എ കപ്പ് ഓഫ് ടീ. ഇതിപ്പോ കുഡ് ഐ ഹാവ് എ കപ്പ് ഓഫ് ടീ എന്നുള്ളതിന് പ്ലീസ് ഗീവ് മീ എ കപ്പ് ഓഫ് ടീ എന്ന് പറയാം. പക്ഷെ അതിലൊക്കെ ഒരു പൊളൈറ്റ്നെസ് ഇതിലുണ്ട് എന്നാ പറഞ്ഞ. കുഡ് ഐ ഹാവ് എ കപ്പ് ഓഫ് ടീ. ടു ഇൻഡിക്കേറ്റ് എ സ്കിൽ ഓർ എബിലിറ്റി ഓഫ് ദ പാസ്റ്റ് പീരിയഡ്. ഒരു സ്കില്ല് അല്ലെങ്കിൽ ഒരു കഴിവിനെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ. ഓഫ് ദ പാസ്റ്റ് പീരിയഡ്, കഴിഞ്ഞ കാലങ്ങളിലുള്ള ഒരു കഴിവ്. ഇപ്പൊ ഉദാഹരണത്തിന് ഇൻ മൈ ചൈൽഡ്ഹുഡ്, എൻ്റെ കുട്ടിക്കാലത്ത്, ഐ കുഡ് ഈസിലി ക്ലൈംബ് എ ട്രീ. ഞാൻ ഒരു മരത്തിന്മ വളരെ വേഗം കയറുമായിരുന്നു. ഇൻ മൈ ചൈൽഡ്ഹുഡ്. അപ്പോ ടു ഇൻഡിക്കേറ്റ് സ്കിൽ ഓർ എബിലിറ്റി ഓഫ് ദ പാസ്റ്റ് പീരിയഡ്, കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിരുന്ന എൻ്റെ ഒരു കഴിവ് അല്ലെങ്കിൽ ഒരാളുടെ കഴിവ് ഇൻഡിക്കേറ്റ് ചെയ്യാൻ ഉപയോഗിക്കും ഈ കുഡ്. ഇൻ മൈ ചൈൽഡ്ഹുഡ് ഐ കുഡ് ഈസിലി ക്ലൈംബ് എ ട്രീ. ഏർലിയർ, നേരത്തെ, മൈ ഗ്രാൻഡ് ഫാദർ കുഡ് വാക്ക് വിത്തൗട്ട് എ വാക്കിംഗ് സ്റ്റിക്ക്. എൻ്റെ ഗ്രാൻഡ് ഫാദർ നേരത്തെ വാക്കിംഗ് സ്റ്റിക്ക് ഉപയോഗിക്കാതെയാണ് നടന്നിരുന്നത്. പിന്നെ വുഡ് ഈസ് യൂസ്ഡ് എന്തിനാ? ടു എക്സ്പ്രസ് വില്ലിങ്നെസ് ഓർ ഡിറ്റർമിനേഷൻ. വില്ലിങ്നെസ് എന്ന് പറഞ്ഞാൽ സമ്മതത്തെ പ്രകടിപ്പിക്കാൻ, അല്ലെങ്കിൽ ഡിറ്റർമിനേഷൻ, ഒരു തീർച്ചയായും എന്നുള്ള ഇത് എക്സ്പ്രസ് ചെയ്യാൻ. ഹി സെഡ് ഹി വുഡ് വിസിറ്റ് എ ഡോക്ടർ അറ്റ് ദ ഏർലിയസ്റ്റ്. ഇവിടെ ഹി സെഡ്, അവൻ പറഞ്ഞു, ഹി വുഡ് വിസിറ്റ് എ ഡോക്ടർ അറ്റ് ദ ഏർലിയസ്റ്റ്, എത്രയും പെട്ടെന്ന് അവനൊരു ഡോക്ടറെ കാണും എന്നവൻ പറഞ്ഞു. അതൊരു ഡിറ്റർമിനേഷൻ ആണ്. പിന്നെ മൈ സീനിയർ ഓഫീസർ വുഡ് ഹാവ് ഹിസ് ഓൺ വേസ്. എൻ്റെ സീനിയർ ഓഫീസർക്ക് അദ്ദേഹത്തിൻ്റെതായ വഴികളുണ്ട്. മൈ സീനിയർ ഓഫീസർ വുഡ് ഹാവ് ഹിസ് ഓൺ വേസ്. അദ്ദേഹത്തിൻ്റെതായ വഴികളുണ്ട്, നമ്മളാരും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ സീനിയർ ഓഫീസർക്ക് അദ്ദേഹത്തിൻ്റെതായ വഴികളുണ്ട്, നമ്മളാരും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ഇപ്പം എന്താ, ഇവിടെ ആ സീനിയർ ഓഫീസർ ഒരു അദ്ദേഹം അദ്ദേഹത്തിന്റെ ആ ഡിറ്റർമിനേഷൻ ഇവിടെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഇവിടെ അത് ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ ടു എക്സ്പ്രസ് എ ഹാബിച്വൽ ഓർ കസ്റ്റമറി ആക്ഷൻ ഇൻ ദ പാസ്റ്റ്. കഴിഞ്ഞു പോയ കാലത്തെ ഒരു ഹാബിച്വൽ, ഒരു പതിവ് സ്വഭാവം നോക്കുക. ആഫ്റ്റർ ലഞ്ചിന് ശേഷം ഹി വുഡ് സ്ലീപ്പ് ഫോർ എൻ അവർ. അതൊരു ഹാബിറ്റാണ്, ഒരു പതിവാണ്. ലഞ്ച് കഴിച്ചതിന് ശേഷം ഒരു മണിക്കൂറാവും കിടന്നുറങ്ങും.
അത് ഒരു പതിവ് ഇതാണ്. അപ്പൊ അതിന് വുഡ് ഉപയോഗിക്കുന്നുണ്ട്. ആഫ്റ്റർ ലഞ്ച് ഹി വുഡ് സ്ലീപ് ഫോർ എൻ അവർ. ഹി വുഡ് സിറ്റ് ഇൻ ഹിസ് റൂം ആൻഡ് വാച്ച് ഹിസ് ഫേവറേറ്റ് ഫിലിംസ് ഫോർ അവേഴ്സ്. ഹി വുഡ് സിറ്റ് ഇൻ ഹിസ് റൂം, അവന്റെ റൂമിൽ അവൻ ഇരിക്കും. എന്നിട്ട് വാച്ച് ഹിസ് ഫേവറേറ്റ് ഫിലിംസ് ഫോർ അവേഴ്സ്, മണിക്കൂറുകളോളം അവന്റെ ഫേവറേറ്റ് ഫിലിംസ് അവൻ കാണും. ടു എക്സ്പ്രസ് എ വിഷ്, ഒരു വിഷ് എക്സ്പ്രസ് ചെയ്യുക. ഐ വുഡ് ലൈക്ക് ടു ബിക്കം എ ഡോക്ടർ. എനിക്കൊരു ഡോക്ടർ ആവണം, ആവാനാണ് ഇഷ്ടം. ഒരു വിഷ് പ്രകടിപ്പിക്കുകയാണ്. ഷീ വുഡ് ലൈക്ക് ടു മീറ്റ് യു. അവൾക്ക് നിന്നെ കാണണമെന്നുണ്ട്. അതിനും വുഡ് ഉപയോഗിക്കും. ടു ആസ്ക് പൊളൈറ്റ് ക്വസ്റ്റ്യൻസ്, വുഡ് യു പ്ലീസ് ഗീവ് മീ എ പെൻ. ദയവായി എനിക്കൊരു പേന തരുമോ? അതിനും വുഡ് ഉപയോഗിക്കും പൊളൈറ്റ് ക്വസ്റ്റ്യന്. പ്ലീസ് ഗീവ് മീ എ പെൻ എന്ന് പറയാം, പക്ഷെ അതൊരു ഒരു ഒരു പേന തായോ, പ്ലീസ് ഗീവ് മീ എ പെൻ അല്ലെങ്കിൽ ഗീവ് മീ എ പെൻ എന്നും പറയും. ഒരു പേന തായോ, അത് കുറച്ചുകൂടി എന്ന് പറഞ്ഞ ഇതായി, ഒരു വലിയൊരു മര്യാദ ഇല്ലാത്ത ഗീവ് മീ എ പെൻ. പക്ഷെ അതിന്റെ കൂടെ ഒരു പ്ലീസ് ചേർത്താൽ കുറച്ചുകൂടി നന്നായി. ആ പ്ലീസിന്റെ കൂടെ ഇതും കൂടി ചേർക്കുമ്പോ അത് വളരെ മര്യാദ കാരനായിട്ടാണ് വുഡ് യു. അപ്പോ ഗീവ് മീ എ പെൻ എന്ന് പറഞ്ഞാൽ ഓക്കെ, കാര്യം എനിക്കൊരു പേന തായോ. അതിനേക്കാൾ കുറച്ചുകൂടി മര്യാദ പ്ലീസ് ഗീവ് മീ എ പെൻ. അതിനേക്കാൾ മര്യാദ വുഡ് യു പ്ലീസ് ഗീവ് മീ എ പെൻ. വുഡ് യു ലൈക്ക് ടു വാച്ച് എ മൂവി. ടു എക്സ്പ്രസ് ഇമ്പോസിബിൾ ഓർ ഇംപ്രോബബിൾ കണ്ടീഷൻസ്. ഇമ്പോസിബിൾ ഓർ, ഇത് നേരത്തെ പറഞ്ഞ അൺലൈക്ക്, അൺറിയൽ. ഇഫ് ഐ വർ എ മിനിസ്റ്റർ, ഇത് ഇമ്പോസിബിൾ കണ്ടീഷനാണ്, അല്ലെങ്കിൽ ഇംപ്രോബബിൾ കണ്ടീഷനാണ്. ഇഫ് ഐ വർ എ മിനിസ്റ്റർ ഐ വുഡ് ബിൽഡ് എ ന്യൂ ഹോസ്പിറ്റൽ. ഐ വുഡ് ബിൽഡ് എ ന്യൂ ഹോസ്പിറ്റൽ. ഞാൻ ഒരു മന്ത്രി ആയിരുന്നെങ്കിൽ, എവിടെ മന്ത്രിയാവാനൊന്നും സാധ്യതയില്ലാത്ത ഒരാള് അങ്ങനെ പറയുമ്പോൾ അതൊരു ഇമ്പോസിബിൾ അല്ലെങ്കിൽ ഇംപ്രോബബിൾ കണ്ടീഷൻ ആണെന്നാ പറഞ്ഞത്. ഐ വുഡ് ബിൽഡ് എ ന്യൂ ഹോസ്പിറ്റൽ, അവിടെ വുഡ് ഉപയോഗിക്കും. ഇഫ് ഐ വർ എ നൈറ്റിംഗേൽ, ഞാനൊരു നൈറ്റിംഗേൽ ആയിരുന്നെങ്കിൽ ഐ വുഡ് സിംഗ് മെലോഡിയസ്ലി. ഞാൻ വളരെ നന്നായി പാടുമായിരുന്നു, മെലഡി സോങ്സ് ഒക്കെ പാടുമായിരുന്നു. വുഡ് റാദർ, വുഡ് റാദർ ഒരുമിച്ച് ഈസ് യൂസ് ടു എക്സ്പ്രസ് എ ചോയ്സ് ഓർ പ്രിഫറൻസ്. ഒരു ചോയ്സിനെ അല്ലെങ്കിൽ ഒരു പ്രിഫറൻസിനെ, ഒരു മുൻഗണന, അതിനെ സൂചിപ്പിക്കാനാണ് വുഡ് റാദർ ഒരുമിച്ച് ഉപയോഗിക്കുന്നത്. ഹി വുഡ് റാദർ റീഡ് എ ബുക്ക് ദാൻ പ്ലേ ഗെയിംസ്. അവന് ഗെയിം കളിക്കുന്നതിനേക്കാൾ അവൻ ബുക്ക് വായിക്കും. She would rather apologize than pay the fine. ഫൈന് അടക്കുന്നതിനേക്കാൾ അവൻ ഒരു അപ്പോളജൈസ്, അവനൊരു ക്ഷമ ചോദിക്കും. ഇനി മേ, മേ, MAY, മേ ഈസ് യൂസ്ഡ് ടു എക്സ്പ്രസ് പെർമിഷൻ. മേ ഐ യൂസ് യുവർ നോട്ട്ബുക്ക്? യെസ്, യു മേ. അതിന്റെ ആൻസർ യു മേ. മേ ഐ യൂസ് യുവർ നോട്ട്ബുക്ക്? ഞാൻ നിന്റെ നോട്ട്ബുക്ക് ഒന്ന് ഉപയോഗിക്കട്ടെയോ, യൂസ് ചെയ്യട്ടെയോ? അല്ലെങ്കിൽ മേ ഐ ഹെൽപ്പ് യു? ഞാൻ നിന്നെ സഹായിക്കട്ടെയോ? അതിന്റെ ആൻസർ യെസ് ഓർ നോ. യെസ് യു മേ, ഓർ നോ യു മേ നോട്ട് എന്നുള്ള ആൻസർ ആവും. ടു എക്സ്പ്രസ് പോസിബിലിറ്റി, ഹി മേ കം ദിസ് ഇയർ. അവന് ഈ കൊല്ലം
വന്നേക്കാം. ഹി മേ ബി ഹാപ്പി ടു ഹിയർ അബൌട്ട് യുവർ വിക്ടറി. നിന്റെ വിജയത്തെക്കുറിച്ച് കേൾക്കാൻ അവന് സന്തോഷമായേക്കാം. അവൻ ഹി മേ ബി ഹാപ്പി ടു ഹിയർ. പിന്നെ ടു എക്സ്പ്രസ് എ വിഷ്. മേ ഓൾ യുവർ ഡ്രീംസ് കം ട്രൂ. ഒരു ഒരു ദ്വാ, ഒരു പ്രാർത്ഥന. മേ ഓൾ യുവർ ഡ്രീംസ് കം ട്രൂ. നിന്റെ എല്ലാ സ്വപ്നങ്ങളും പൂർത്തിയാവട്ടെ. ഡ്രീം ഓൾ യുവർ ഡ്രീം കം ട്രൂ, സത്യമാവട്ടെ. എല്ലാ സ്വപ്നങ്ങളും സത്യമാവട്ടെ. മേ ഗോഡ് ഗീവ് ഹിം ദ കറേജ് ടു ഫേസ് ഓൾ ട്രബിൾസ്. ദൈവം അവന് ധൈര്യം കൊടുക്കട്ടെ. എന്തിന്? ടു ഫേസ് ഓൾ ട്രബിൾസ്. എല്ലാ പ്രശ്നങ്ങളും അഭിമുഖീകരിക്കാൻ, തരണം ചെയ്യാൻ അവന് ധൈര്യം കൊടുക്കട്ടെ. അത് അതിന് മേ ഉപയോഗിക്കും. ടു എക്സ്പ്രസ് എ പർപ്പസ്. ഒരാവശ്യം എക്സ്പ്രസ് ചെയ്യാൻ. യൂസ് സ്പെക്ടക്കിൾസ് സോ ദാറ്റ് യു മേ റീഡ് വിത്തൗട്ട് എനി സ്ട്രെയിൻ. കണ്ണട ഉപയോഗിക്കുക. അങ്ങനെ സോ ദാറ്റ് അങ്ങനെ കണ്ണട ഉപയോഗിച്ചാൽ യു മേ റീഡ് വിത്തൗട്ട് എനി സ്ട്രെയിൻ. വലിയ പ്രശ്നം, വലിയ കണ്ണിന് വലിയ ഇത് സ്ട്രെയിൻ കൊടുക്കാതെ നിനക്ക് നീ വായിക്കും. നിനക്ക് വായിക്കാൻ കഴിയും. സ്റ്റഡി വെൽ. നന്നായി പഠിക്ക്. സോ ദാറ്റ്. ഈ സോ ദാറ്റ് ഒരു ഇതിൽ പറയാത്ത ഒരു കാര്യമാണെങ്കിലും ഈ സോ ദാറ്റ് സാധാരണ ഇതൊരു സാധാരണ ഉപയോഗിക്കുന്ന ഒരു കോമ്പൗണ്ട് വേർഡാണ് സോ ദാറ്റ്. യു മേ ഗെറ്റ് ഗുഡ് മാർക്സ്. നല്ലോണം പഠിച്ചാൽ യു മേ ഗെറ്റ് ഗുഡ് മാർക്സ്. നല്ല മാർക്ക് എനിക്ക് കിട്ടും. പിന്നെ മൈറ്റ്. മേയുടെ പാസ്റ്റ് ടെൻസ് ആണ് മൈറ്റ്. മൈറ്റ് ഈസ് യൂസ് ടു എക്സ്പ്രസ് എ ഡൗട്ട്ഫുൾ പോസിബിലിറ്റി. ഡൗട്ട്ഫുൾ പോസിബിലിറ്റി എക്സ്പ്രസ് ചെയ്യാൻ. അപ്പൊ മേ ഇവിടെ ഉപയോഗിച്ചത് ടു എക്സ്പ്രസ് പോസിബിലിറ്റി ആണ്. ഹി മേ കം. ഇവിടെ ഡൗട്ട്ഫുൾ പോസിബിലിറ്റി ആണ്. അപ്പൊ മേ പോസിബിലിറ്റിക്ക് ഉപയോഗിച്ചെങ്കിൽ ഇവിടെ ഡൗട്ട്ഫുൾ പോസിബിലിറ്റി, സംശയകരമായ സാധ്യത ഉള്ള എന്ന് പറഞ്ഞാൽ വലിയ ഉറപ്പില്ല. അതിനേക്കാൾ കുറച്ചുകൂടി ഒരു ഉറപ്പിലേക്ക് നീങ്ങുന്നതാണ് മേ ഉപയോഗിക്കുമ്പോൾ കിട്ടുന്ന എക്സ്പ്രഷൻ. അപ്പൊ ഹി മൈറ്റ് വിൻ ദിസ് സെലക്ഷൻ. അവന് ഈ സെലക്ഷൻ വിജയിക്കാൻ ചെറിയ സാധ്യത ഉണ്ട്. ഹി മൈറ്റ് ഹെൽപ്പ് യു. പിന്നെ ടു എക്സ്പ്രസ് എ ജെന്റിൽ റിബ്യൂക്ക് ഓർ ടു ഇൻഡിക്കേറ്റ് എക്സ്ട്രീം പൊളൈറ്റ്നെസ് ഇൻ എ കൺവെർസേഷൻ. യു മൈറ്റ് താങ്ക് മീ ലേറ്റർ ഫോർ പോയിന്റിംഗ് ഔട്ട് ദിസ് കോമൺ എറർ. ഈ കോമൺ എറർ പോയിന്റ് ഔട്ട് ചെയ്തതിന് നീ എന്നോട് നന്ദി പറയും. അപ്പൊ ഇവിടെ എക്സ്ട്രീം പൊളൈറ്റ്നെസ് ആണ്. ഇവിടെ ജെന്റിൽ റിബ്യൂക്ക് ആണ്. എന്താ ജെന്റിൽ റിബ്യൂക്ക് എന്ന് പറഞ്ഞാല്? ഒരു വളരെ കുലീനമായ ഒരു റിബ്യൂക്ക്. റിബ്യൂക്ക് എന്ന് പറഞ്ഞാല്
ഒരു മാന്യമായ ശാസന. ജനറൽ റിബ്യൂക്ക് എന്ന് പറഞ്ഞാല് ഒരു വളരെ മാന്യമായിട്ടുള്ള ഒരു ശാസന. അതിനിപ്പോ യു മൈറ്റ് താങ്ക് മീ ലേറ്റർ ഫോർ പോയിന്റിങ് ഔട്ട് ദിസ് കോമൺ എറർ. ഈ കോമൺ എറർ പോയിന്റ് ഔട്ട് ചെയ്തതിന് നീ എനിക്ക് താങ്ക് പറയണം, നന്ദി പറയണം. ഒരു ശാസനയാണെങ്കിലും ഒരു മാന്യമായ ശാസനയാണ് ഈ മൈറ്റ് ഉപയോഗിക്കുമ്പോൾ എന്ന് പറഞ്ഞു. ഇഫ് ഐ മൈറ്റ് മേക്ക് എ സജഷൻ, ഞാനൊരു സജഷൻ, ഒരു നിർദ്ദേശം വെച്ചാല്, കുഡിന്റ് വി ഡിസ്കസ് ദ മാറ്റർ, ഇക്കാര്യം നമുക്ക് ചർച്ച ചെയ്തൂടെ, ആഫ്റ്റർ അവർ മീറ്റിംഗ്, നമ്മുടെ മീറ്റിംഗിന് ശേഷം. അപ്പൊ ഇതൊരു ഒരു എക്സ്ട്രീം പൊളൈറ്റ്നെസ്സിലുള്ള ഒരു കാര്യമാണ്. ഇഫ് ഐ മൈറ്റ് മേക്ക് എ സജഷൻ, കുഡിന്റ് വി ഡിസ്കസ് ദ മാറ്റർ ആഫ്റ്റർ അവർ മീറ്റിംഗ്. പിന്നെ O2 is used to express a moral obligation or duty. Moral obligation. He ought to help the poor and the old. അവൻ പൂവറിനെയും ഓൾഡിനെയും വയസ്സായവരെയും സഹായിക്കണം, പാവങ്ങളെ. ഹി ought to help his brother. അവൻ അവന്റെ സഹോദരനെ സഹായിക്കണം. അപ്പൊ ഇവിടെ മോറൽ ഒബ്ലിഗേഷൻ ആണ്. മോറൽ ഒബ്ലിഗേഷൻ ഇപ്പോ ഹെൽപ്പ് പൂവറിനെ സഹായിക്കുക, ഓൾഡ് പീപ്പിളിനെ സഹായിക്കുക, അതുപോലെ ബ്രദറിനെ സഹായിക്കുക, മറ്റുള്ളവരെ സഹായിക്കുക എന്ന് പറയുന്നത് ഒരു മോറൽ ഒബ്ലിഗേഷൻ ആണ്, ഒരു കടമ. പിന്നെ എക്സ്പ്രസ് നെസസിറ്റി, അത്യാവശ്യം. ഹി ought to buy some utensils. അവൻ കുറച്ച് യൂട്ടൻസിൽസ് മേടിക്കണം, ഉപകരണങ്ങൾ, കിച്ചൺ യൂട്ടൻസിൽസ് മേടിക്കണം. ഹി ought to buy chairs for his new office. അവന്റെ ന്യൂ ഓഫീസിന് വേണ്ടി ഒരു ചെയർ മേടിക്കണം. അപ്പോ ഇത് നെസസിറ്റിയാണ്. ഇഫ് O2 refers to a pastime, it should be followed by. അപ്പോ ഇഫ് O2 refers to a pastime, ഒരു പാസ്റ്റൈമിനെ റെഫർ ചെയ്യുകയാണെങ്കിൽ O2 it should be followed by a perfect infinitive. ഒരു പെർഫെക്റ്റ് ഇൻഫിനിറ്റീവ് ഫോളോ ചെയ്യണം എന്നാ പറഞ്ഞത്. ഇവിടെ പെർഫെക്റ്റ് ഇൻഫിനിറ്റീവ് ഹാവ് എൻകറേജ്ഡ്. ഹാവ് എൻകറേജ്ഡ് എന്നുള്ള ഒരു പെർഫെക്റ്റ് ഇൻഫിനിറ്റീവ് ആണ് അതുപോലെ ഈ സെന്റൻസിൽ ഹാവ് സ്കോൾഡഡ്. അപ്പോ ഇവിടെ O2 ought not to, ought to have encouraged. അവനവന്റെ സിസ്റ്റർ, അവന്റെ സഹോദരിയെ ഒന്ന് ധൈര്യം കൊടുക്കണമായിരുന്നു. ഹി ought not to have scolded his friend. അവന്റെ ഫ്രണ്ടിനെ അവൻ ശകാരിക്കാൻ പാടില്ലായിരുന്നു. ഒരു കഴിഞ്ഞു പോയ സംഭവത്തെ കുറിച്ച് പറയാണ്. അപ്പൊ സ്കോൾഡ്, ശകാരിക്ക, സ്കോൾഡ്. പിന്നെ നോട്ട്, O2 is more powerful than should, but not as powerful as must. ഇവിടെ O2ന്റെ ഒരു താരതമ്യ പഠനമാണ്. O2 എന്ന് പറഞ്ഞാൽ ഷുഡിനേക്കാൾ മോർ പവർഫുൾ ആണ്, പക്ഷെ മസ്റ്റിന് വരാൻ പോണം, മസ്റ്റിനേക്കാൾ അത്ര പവർ ഇല്ലാണ്. അപ്പോ
ഓട്ടു ഉപയോഗിക്കേണ്ടടുത്ത് മസ്റ്റ് ഉപയോഗിച്ചാൽ കുറെ കൂടി പവർഫുൾ ആണ്. അതുപോലെ ഷുഡ് ഉപയോഗിക്കേണ്ടടുത്ത് ഓട്ട് ഉപയോഗിച്ചാൽ കുറെ കൂടി പവർഫുൾ ആണ്. അതുപോലെ മസ്റ്റ് ഉപയോഗിച്ചാൽ മസ്റ്റിനാണ് കൂടുതൽ പവർ. ഇവിടെ നോക്കുക, മസ്റ്റ് ടു എക്സ്പ്രസ് എ സ്ട്രോങ് ഓബ്ലിഗേഷൻ ഓർ ഡ്യൂട്ടി. സ്ട്രോങ് ഓബ്ലിഗേഷൻ, ഒരു നല്ല ശക്തിയായ ഒരു നല്ല ഒരു കടപ്പാട്, ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കടപ്പാട്, ഓബ്ലിഗേഷൻ. ഹി മസ്റ്റ് ടേക്ക് കെയർ ഓഫ് ഹിസ് ഫാമിലി. അവന്റെ ഫാമിലിയെ അവൻ കെയർ ചെയ്യണം. ടേക്ക് കെയർ ഓഫ്, അവരുടെ പരിപാലനം അവൻ ഏറ്റെടുക്കണം. യു മസ്റ്റ് ഹെൽപ്പ് ദ ഏജ്ഡ്. നീ ഏജ്ഡിനെ ഹെൽപ്പ് ചെയ്യണം. ടു എക്സ്പ്രസ് നെസസിറ്റി. ഇതൊക്കെ തമ്മിൽ കുറച്ച് ചെറിയ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ, പക്ഷെ ഇതൊക്കെ ഒരു ഇതിൽ ഉപയോഗത്തിൽ വരുന്നതാണ്. ടു എക്സ്പ്രസ് നെസസിറ്റി, ടു എക്സ്പ്രസ് പ്രോബബിലിറ്റി ഓർ ലൈക്ലിഹുഡ്. ഹി മസ്റ്റ് ബി എ ഫൂൾ ടു ഡു ദാറ്റ്. ദാറ്റ് മസ്റ്റ് ബി ഹിസ് കാർ. ടു എക്സ്പ്രസ് സ്ട്രോങ് ഡിറ്റർമിനേഷൻ. ഹി മസ്റ്റ് ക്വാളിഫൈ ഫോർ ദിസ് ടെസ്റ്റ്. അവൻ ഈ ടെസ്റ്റിന് ക്വാളിഫൈ ആവണം. ഹി മസ്റ്റ് ക്വാളിഫൈ. ഐ മസ്റ്റ് ഗോ ടു മണാലി. ഞാൻ മണാലിക്ക് പോകണം. നോ മാറ്റർ ഹൗ കോൾഡ് ദ പ്ലേസ് ഈസ്. എത്ര തണുപ്പായാലും വേണ്ടില്ല, എനിക്ക് മണാലിക്ക് പോകണം. ഡെയർ എന്ന് പറഞ്ഞാൽ ധൈര്യപ്പെടുക എന്നുള്ള അർത്ഥമാണ്. ആസ് എ പ്രിൻസിപ്പൽ വെർബായിട്ട് ഡെയർ ഉപയോഗിക്കുമ്പോൾ ഹി ഡയർ ടു കോൾ ദ ലീഡർ എ കവാർഡ്. ലീഡറിനെ ഒരു കവാർഡാണെന്ന് വിളിക്കാൻ അവൻ ധൈര്യപ്പെട്ടു എന്നാണ് അതിൻ്റെ അർത്ഥം. പിന്നെ രണ്ടാമത്തെ ഉദാഹരണം, ഹി ഡയേഴ്സ് ടു സോൾവ് ദിസ് പസിൽ. ഇവിടെ ഹി ഡയേഴ്സ് യു ടു സോൾവ് ദിസ് പസിൽ. ഈ പസിൽ സോൾവ് ചെയ്യാൻ നിന്നെ അവൻ ധൈര്യപ്പെടുത്തി എന്നുള്ള മീനിങ് വരും. പിന്നെ അപ്പോൾ പ്രിൻസിപ്പൽ വെർബായിട്ട് ഉപയോഗിക്കുമ്പോൾ ഡെയർ. ഇനി ഓക്സിലറി വെർബായിട്ട് ഉപയോഗിക്കണം. ഡെയർ ഈസ് യൂസ്ഡ് വിത്ത് നോട്ട് ഓർ ഇൻ ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസസ്. ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസസ് എന്ന് പറഞ്ഞാൽ ചോദ്യവാചകം. ഈ രണ്ടാമത്തത് ഇത് ചോദ്യവാചകം. ഹൗ ഡെയർ ഷീ ബ്ലെയിം അസ്. അപ്പോൾ ഇവിടെ ഡെയർ ഉപയോഗിച്ചിരിക്കുന്ന ഓക്സിലറി വെർബായിട്ടാണ്. അതിൻ്റെ ശരിയായിട്ടുള്ള വെർബ് ബ്ലെയിമാണ്, മെയിൻ വെർബ്. ഡെയർ ഓക്സിലറി വെർബായിട്ട്. ഹൗ ഡെയർ ഷീ ബ്ലെയിം അസ്. നമ്മളെ കുറ്റപ്പെടുത്താൻ അവളെ എത്ര ധൈര്യം വന്നോ എന്നുള്ള ചോദ്യമാണ്. പിന്നെ ആദ്യത്തത്, ഹി ഡയേഴ്സ് നോട്ട് ആർഗ്യൂ വിത്ത് ഹിസ് ഫാദർ. അവൻ്റെ ഫാദറിനായിട്ട് തർക്കിക്കാൻ അവർ ധൈര്യപ്പെടുന്നില്ല. ഡയേഴ്സ് നോട്ട്. അപ്പോൾ ഇവിടെ ഈ ഓക്സിലറി വെർബായിട്ട് ഉപയോഗിക്കുമ്പോൾ സാധാരണ സെൻറ്റൻസിൽ, ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ് അല്ലാത്ത സെൻറ്റൻസിൽ നോട്ടും കൂടി വരുമ്പോഴാണ് ഇത് ഓക്സിലറി വെർബ് ആയിട്ട് വരുന്നത്. അപ്പം ഇനി നീഡ് എന്ന വാക്ക് നീഡ് ആസ് എ പ്രിൻസിപ്പൽ വെർബ് മീൻസ് റിക്വയർ. നീഡിന് അർത്ഥം റിക്വയർ എന്നാണ്. അത് പ്രിൻസിപ്പൽ വെർബായിട്ട് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം റിക്വയർ, ആവശ്യമുണ്ട് എന്നുള്ള അർത്ഥം. ഹി നീഡ്സ് സം ഫുഡ്. അവന് കുറച്ച് ഭക്ഷണം ആവശ്യമുണ്ട്. യു നീഡ് സം റെസ്റ്റ്. നീ കുറച്ച് റെസ്റ്റ് എടുക്കണം. അപ്പോൾ അതിന് റിക്വയർ എന്നുള്ള മീനിങ്. ഇനി നീഡ് ആസ് എ ഓക്സിലറി വെർബ് യൂസ്ഡ് വിത്ത് നോട്ട്. നേരത്തെ ഡയർ നോട്ട് ഉപയോഗിച്ച പോലെ ഇവിടെ നീഡും വിത്ത് നോട്ടിൻ്റെ കൂടെ ഉപയോഗിക്കുമ്പോൾ അത് ഓക്സിലറി വെർബാണ്.
he need not work in that factory. അവൻ ആ ഫാക്ടറിയിൽ വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഹി നീഡ് നോട്ട് വർക്ക് ഇൻ ദാറ്റ് ഫാക്ടറി. he need not buy such a costly vehicle. ഇത്ര വില കൂടിയ വാഹനം മേടിക്കേണ്ട ആവശ്യമില്ല അവന്. പിന്നെ യൂസ്ഡ് വിത്ത് ഹാർഡ്ലി. നീഡ് ഹാർഡ്ലി ആയിട്ട് ഉപയോഗിക്കുമ്പോൾ ഈ ഹാർഡ്ലിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ഹാർഡും ഹാർഡ്ലിയും ജസ്റ്റ് ഏകദേശം ഒരു ഓപ്പോസിറ്റ് മീനിങ് ആയിട്ടാണ് വരിക. ഹാർഡ് എന്ന് പറഞ്ഞാൽ ഹി വർക്ക്ഡ് ഹാർഡ് എന്ന് പറഞ്ഞാൽ അവൻ വളരെ കഠിന അധ്വാനം ചെയ്തു എന്നുള്ള മീനിങ് വരും. എന്നാൽ ഹി ഹാർഡ്ലി വർക്ക്ഡ് എന്ന് പറഞ്ഞാൽ അവൻ കുറച്ച് വർക്ക് ചെയ്തുള്ളൂ എന്നുള്ള മീനിങ്ങാണ് വരിക. അപ്പോൾ അത് ആ ഡിഫറൻസ് എല്ലാവരും മനസ്സിലാക്കാം. പിന്നെ അതിൻ്റെ ഉദാഹരണം ഹി ഹാർഡ്ലി നീഡ്സ് ടു ഏൺ ദ മണി. ഐ ഹാർഡ്ലി നീഡ് ടു ലിസൺ ടു ദ അഡ്വൈസ്. Used with only. Needs only. He needs only say about what he did yesterday. He needs only say about what he did yesterday. ഇന്നലെ അവൻ എന്താ ചെയ്തതെന്ന് അതുകൊണ്ട് പറഞ്ഞാൽ മാത്രം മതിയെന്ന്. Needs only. You need only give creative ideas. ഈ നല്ല ക്രിയേറ്റീവ് ഐഡിയാസ് തന്നാൽ മാത്രം മതി, ബാക്കിയൊക്കെ ഞാൻ ചെയ്തോളാം എന്ന് പറയില്ലേ, അതാണ്. യു നീഡ് ഓൺലി ഗീവ് ക്രിയേറ്റീവ് ഐഡിയാസ്. വൈൽ റെഫറിങ് ടു എ പാസ്റ്റ് ടൈം, ഒരു പാസ്റ്റ് ടൈമിനെ റെഫർ ചെയ്യുമ്പോൾ നീഡ് ഷുഡ് ബി ഫോളോഡ് ബൈ ദ പെർഫെക്റ്റ് ഇൻഫിനിറ്റീവ്. പെർഫെക്റ്റ് ഇൻഫിനിറ്റീവിൻ്റെ ഇൻഫിനിറ്റീവ് ഫോളോ ചെയ്യണം എന്നാണ് പറഞ്ഞത്. ഒരു പാസ്റ്റ് ടെൻസിനെ റെഫർ ചെയ്യാൻ വേണ്ടി നീഡ് ഉപയോഗിക്കും. അതിൻ്റെ ഉദാഹരണം നോക്കുക. He need not have acted in that film. ഇവിടെ പെർഫെക്റ്റ് ടെൻസ് ഇതാണ്, ഹാവ് ആക്റ്റഡ്. ഹാവ് ആക്റ്റഡ് ഇതാണ് പെർഫെക്റ്റ് ഇൻഫിനിറ്റീവ്. പെർഫെക്റ്റ് ടെൻസ് ആക്റ്റഡ്, ഹാവ് ആക്റ്റഡ്. ഈ നീഡ് നോട്ടിൻ്റെ കൂടെ ഒരു പാസ്റ്റ് ടെൻസ് പാസ്റ്റ് ടൈമിനെ റെഫർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുമ്പോൾ നീഡ് നോട്ടിൻ്റെ കൂടെ ഹാവ് ആക്റ്റഡ് ഇൻ ദാറ്റ് ഫിലിം. യു നീഡ് നോട്ട് ഹാവ് പെയ്ഡ്. ഹാവ് പെയ്ഡ് ഇവിടെ ഹാവ് പെയ്ഡ് അതാണ് പെർഫെക്റ്റ് ടെൻസ്. യു നീഡ് നോട്ട് ഹാവ് പെയ്ഡ് ഓൾ ദ മണി ദെൻ. അപ്പം തന്നെ എല്ലാ പൈസയും നീ കൊടുക്കണ്ടായിരുന്നു. അപ്പോൾ ഇത്രയാണ് ഈ എപ്പിസോഡിൽ. എല്ലാവരും കാണാം, പാസ് ചെയ്യുക. ഇംഗ്ലീഷ് വളരെ കുറവ് ആളുകളെ കാണുന്നുള്ളൂ. എല്ലാവരും കാണാം, പഠിക്കാം. ഇനി പരീക്ഷ എന്നാണെന്ന് ഇപ്പോൾ പറഞ്ഞിട്ടില്ലെങ്കിലും ഏതാണ്ട് ഇങ്ങനെ അടുത്ത് വരികയാണല്ലോ. അപ്പോൾ എല്ലാവരും പഠിക്കുക. അറബിയും ഇംഗ്ലീഷും എല്ലാവരും പഠിക്കുള്ളൂ. പിന്നെ ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.